പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അമ്മ തെരഞ്ഞെടുപ്പ് ഫലം പ്രസിദ്ധീകരിച്ചു. അമ്മ പ്രസിഡന്റായി ശ്വേത മേനോനെ തെരഞ്ഞെടുത്തു. താരസംഘടന അമ്മയുടെ തലപ്പത്ത് വനിതകൾ. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, താരസംഘടനയുടെ അമരത്ത് വനിതകൾ എത്തിയിരിക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും താരസംഘടനയുടെ തലപ്പത്തേക്ക് ഇപ്പോൾ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരിക്കുന്നു. വനിതകൾ താരസംഘടന അമ്മയെ നയിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച്. ശ്വേതാ മേനോനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചിരിക്കുകയാണ്. ശ്വേതാ മേനോനും ദേവനും തമ്മിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശ്വേതാ മേനോൻ വിജയിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കൂടാതെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കുക്കു പരമേശ്വരനും വിജയിച്ചിരിക്കുന്നു. കുക്കു പരമേശ്വരനും രവീന്ദ്രനും തമ്മിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ കുക്കു പരമേശ്വരൻ ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. ശ്വേതാ മേനോൻ എന്തായാലും അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നു. സ്ത്രീ പ്രാതിനിധ്യമുണ്ടായിരിക്കുന്നു. സ്ത്രീ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ വാർഷികതയുടെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയുണ്ടായ വാദപ്രതിവാദങ്ങളടക്കം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ വനിതാ പ്രാതിനിധ്യം ഉണ്ടാകണം, അല്ലെങ്കിൽ വനിതകൾ തലപ്പത്തേക്ക് വരണം, അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് വനിതകൾ വരണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. അതിനുശേഷമാണ് ശ്വേതാ മേനോൻ മത്സരത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം ശ്വേതാ മേനോനും ദേവനും ജഗദീഷും തമ്മിലായിരുന്നു മത്സരമുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ജഗദീഷ് ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ദേവനും ശ്വേതാ മേനോനും തമ്മിൽ മത്സരം നടന്നിരിക്കുന്നത്. ഇപ്പോൾ മത്സര ഫലം പുറത്തു വരുമ്പോൾ ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ശ്വേതാ മേനോൻ മുന്നിലായിരുന്നു എന്ന് തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഔദ്യോഗികമായി അല്പസമയത്തിനകം തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ ഔദ്യോഗികമായത് പ്രസിദ്ധീകരിക്കുന്നതാണ്. തീർച്ചയായും ഏറെ കോളിളക്കത്തിന് ശേഷമാണ് അമ്മ തെരഞ്ഞെടുപ്പ് ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അമ്മ പ്രസിഡന്റായി ശ്വേതാ മേനോനെ തെരഞ്ഞെടുത്തു. താരസംഘടനയുടെ തലപ്പത്ത് വനിതകൾ. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. അമ്മ തെരഞ്ഞെടുപ്പിൽ ശ്വേതാ മേനോൻ ജയിച്ചു. എതിരാളി ദേവനെ തള്ളിയാണ് ശ്വേതാ മേനോന്റെ ജയം. ട്രഷറർ സ്ഥാനത്ത് ഉണ്ണി ശിവപാൽ ജയിച്ചു. ഉണ്ണി ശിവപാലും അനൂപ് ചന്ദ്രനുമായിരുന്നു മത്സരം. അതിൽ ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാൽ ജയിച്ചു. വനിതകൾ തലപ്പത്തേക്ക് ശ്വേതയ്ക്കും കുക്കുവിനും ജയം നേടിയിരിക്കുന്നു. വിനയുണ്ട്. വിനയ, ഏറെ നിർണായകമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് അമ്മ സംഘടന അതിൽ നിരവധിയായിട്ടുള്ള വിവാദങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. അതിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമല്ലേ? തീർച്ചയായും വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള ഫലപ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് അടക്കം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു, അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ആ സംഘടനയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ താരസംഘടനയുടെ തലപ്പത്തേക്ക് വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യമായാണ് അമ്മ സംഘടനയിൽ ഒരു വനിത തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യമായാണ് ഒരു വനിതാ പ്രാതിനിധ്യം അല്ലെങ്കിൽ വനിത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് ശ്വേതാ മേനോനാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ശ്വേതാ മേനോനെതിരെയും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം, ശ്വേതാ മേനോനെതിരെ പരാതി നൽകുന്ന സാഹചര്യം, ശ്വേതാ മേനോന്റെ സിനിമകളടക്കം തന്നെ വിവാദം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള വാർത്തകളടക്കം തന്നെ വരുന്നു. അത്തരത്തിലുണ്ടായിരുന്ന കാര്യങ്ങളടക്കം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞതിൽ ശ്വേതാ മേനോൻ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ വരുന്നത്. ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്ന് ശ്വേതാ മേനോൻ തീരുമാനിച്ചപ്പോൾ തന്നെ ശ്വേതാ മേനോനെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ നൽകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ തള്ളിക്കളയുകയായിരുന്നു ശ്വേതാ മേനോൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നൊന്നും തന്നെ ഇല്ലാത്ത തരത്തിലുള്ള പരാതികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതും താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വനിത തലപ്പത്തേക്ക് അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് ഇപ്പോൾ ഒരു വനിത എത്തിയിരിക്കുകയാണ്. അതും ശ്വേതാ മേനോനാണ്. കൂടാതെ തന്നെ കുക്കു പരമേശ്വരനും വിജയിച്ചിട്ടുണ്ട്. കുക്കു പരമേശ്വരൻ പ്രധാനമായും ജനറൽ സെക്രട്ടറി ആയിട്ടാണ് കുക്കു പരമേശ്വരൻ വിജയിച്ചിരിക്കുന്നത്. രവീന്ദ്രനും കുക്കു പരമേശ്വരനും തമ്മിൽ
സ്ഥാനങ്ങളിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ കുക്കു പരമേശ്വരൻ വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് ഇപ്പോൾ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രധാനമായും ഈ താരങ്ങളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നതും വനിതകൾ തലപ്പത്തേക്ക് വരണം, വനിതകൾ ഒട്ടും മോശമായവരല്ല, വനിതകൾ തലപ്പത്തേക്ക് വരണം എന്നടക്കുന്നത് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ ഫലം വരുമ്പോൾ ശ്വേതാ മേനോൻ വിജയിച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ ഉണ്ണി ശിവപാലും വിജയിച്ചിരിക്കുകയാണ്. ട്രഷറർ സ്ഥാനത്ത് ഉണ്ണി ശിവപാലും അനൂപ് ചന്ദ്രനുമായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നതിൽ ഉണ്ണി ശിവപാൽ വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്ത് തന്നെ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ ഔദ്യോഗികമായി ഫലങ്ങൾ പ്രഖ്യാപിക്കും. എന്താ തീർച്ചയായും അമ്മയെ സംബന്ധിച്ചൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണിത്. പെൺമുഖങ്ങളാണ് ഇനി അമ്മയെ നയിക്കാൻ വേണ്ടി എത്തുക. വിനയ, അതോടൊപ്പം തന്നെ 500-ൽ പരം അംഗങ്ങളുള്ള അമ്മയിൽ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ളൊരു ഇടിവ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. പ്രത്യേകിച്ച് 298 പേരാണ് ഇത്തവണ വോട്ട് ചെയ്തത്. കഴിഞ്ഞ തവണയേക്കാൾ കുറവ് വോട്ടിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത് എന്നുള്ളതുമുണ്ട് അല്ലേ? തീർച്ചയായും 507 അംഗങ്ങൾക്കാണ് അമ്മയിൽ വോട്ടവകാശമുള്ളത്. എന്നാൽ ഇത്തവണ വോട്ട് ചെയ്തിരിക്കുന്നത് വെറും 298 പേർ മാത്രമാണ്. കഴിഞ്ഞ തവണ ഇത് 357 പേരായിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 70% പോളിംഗ് ആയിരുന്നു. ഇത്തവണ 12% ഇടിവാണ് പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും നിരവധി യുവ താരങ്ങളൊന്നും തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ മമ്മൂട്ടി ആണെങ്കിലും ഫഹദ് ഫാസിലാണെങ്കിലും നിതിൻ പോളി, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ആസിഫ് അലി തുടങ്ങിയ നടന്മാരൊന്നും തന്നെ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഈ മത്സരം ആരംഭിച്ച മുതൽ തന്നെ വോട്ട് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു ഈ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സമയമുണ്ടായിരുന്നത്. ഈ സമയത്തടക്കം തന്നെ താരങ്ങൾ നിരവധിയായിട്ടുള്ള താരങ്ങൾ എത്തുകയും വോട്ട് രേഖപ്പെടുത്തുകയും മറ്റും ചെയ്തിരുന്നു. 2 മണി മുതലായിരുന്നു പിന്നീട് ഈ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ പ്രധാനമായും ശ്വേതാ മേനോൻ തലപ്പത്ത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്ത് ശ്വേതാ മേനോനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് ഇപ്പോൾ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമ്മ തലപ്പത്ത് ശ്വേതാ മേനോൻ എത്തിയിരിക്കുന്നു. ഇനി ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റ്, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു. അമ്മ സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ചരിത്രപരവുമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണിത്. നടൻ ദേവനെ തോൽപ്പിച്ചാണ് ശ്വേതാ മേനോൻ അമ്മയുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ എത്തിയിരിക്കുന്നു. നേരത്തെ ശ്വേതാ മേനോനും ദേവനുമാണ് ഇത്തവണത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത്. ഇതിൽ ദേവനെ പിന്തള്ളിയാണ് ശ്വേതാ മേനോൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനുമായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. ഇതിൽ രവീന്ദ്രനെ പിന്തള്ളിയാണ് കുക്കു പരമേശ്വരൻ സ്ഥാനം നേടിയിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, നാസർ ലത്തീഫ്, ലക്ഷ്മി പ്രിയ എന്നിവരാണ് മത്സരിച്ചിരുന്നത്. ഉണ്ണി ശിവപാൽ, അനൂപ് ചന്ദ്രൻ എന്നിവർ ട്രഷറർ സ്ഥാനത്തേക്കും മത്സരിച്ചിരുന്നു. ഇതിൽ ഉണ്ണി ശിവപാൽ ആണ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഈ സ്ഥാനത്തേക്ക് നേരത്തെ 13 പേർ പത്രിക സമർപ്പിച്ചിരുന്നു. എന്നാൽ അൻസിബ ഒഴികെ മറ്റ് 12 പേരും പത്രിക പിൻവലിക്കുകയായിരുന്നു. വിനയ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. ഈ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെയാണ് തെരഞ്ഞെടുത്തത്. അതും ഈ പെൺ കൂട്ടായ്മയിൽ കുറച്ചുകൂടി മുതൽക്കൂട്ടാവുന്ന ഒരു വിജയം കൂടി തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായും. എന്തായാലും ഈ താരസംഘടനയുടെ തലപ്പത്തേക്ക് കൂടുതൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യമായാണ് ഒരു വനിതാ പ്രതിനിധി അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് പ്രസിഡന്റ് ആയിട്ട് എത്തുന്നത്. തന്നെ ട്രഷറർ സ്ഥാനത്തേക്ക്, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ തന്നെ വിജയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. നേരത്തെ ഈ സ്ഥാനത്തേക്ക് 13 പേരായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതെങ്കിൽ പിന്നീട് എല്ലാവരും പിന്മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണെങ്കിലും
ശ്വേതാ മേനോന് പുറമെ ശ്വേതാ മേനോനും ദേവനും ജഗദീഷും തമ്മിലായിരുന്നു ആദ്യമേ മത്സരം നടക്കാൻ തീരുമാനിച്ചിരുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതെങ്കിൽ പിന്നീട് ജഗദീഷ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിന് പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നതും വനിതകൾ ഈ സംഘടനയുടെ തലപ്പത്തേക്ക് വരണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു ജഗദീഷ് അടക്കം തന്നെ ഇതിൽ നിന്നും പിന്തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ജഗദീഷ് ഇതിൽ നിന്നും പിന്മാറിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ദേവനും കൂടാതെ തന്നെ ലക്ഷ്മിപ്രിയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ചു. ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചിരിക്കുന്നു. അമ്മ പ്രസിഡന്റായി ശ്വേതാ മേനോനെ തെരഞ്ഞെടുത്തു. കുക്കു പരമേശ്വരൻ സെക്രട്ടറി സ്ഥാനവും സ്വന്തമാക്കി. താരസംഘടന അമ്മയുടെ തലപ്പത്ത് ഇനി വനിതകൾ നയിക്കും. കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അമ്മ സംഘടനയിൽ ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ സ്ത്രീകൾക്ക് അവസരം ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ലക്ഷ്മിപ്രിയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. അമ്മ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നിമിഷം കൂടിയാണ് ഇത്. ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. വിനയ തുടരാം. തീർച്ചയായും വൃന്ദ, എന്തായാലും വനിതാ പ്രാതിനിധ്യം അമ്മ സംഘടനയിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെ വാശിയേറി ഇപ്പോൾ ഓരോ താരങ്ങളടക്കം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്, പ്രതികരണം നൽകുന്നുണ്ട്. ഓരോ താരങ്ങളുടെയും പ്രതികരണങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ എന്തായാലും ഇനി ഔദ്യോഗികമായിട്ടുള്ള ഫലപ്രഖ്യാപനമായിരിക്കും ഉണ്ടാവുക. ായിരുന്നു ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഈ സ്ത്രീകൾ തലപ്പത്തേക്ക് വരുന്നത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൃന്ദ, താരസംഘടനയിൽ ചരിത്ര മുഹൂർത്തം. അമ്മ പ്രസിഡന്റായി ശ്വേതാ മേനോനെ തെരഞ്ഞെടുത്തു. കുക്കു പരമേശ്വരൻ സെക്രട്ടറി സ്ഥാനത്തേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. താരസംഘടന അമ്മയുടെ തലപ്പത്ത് ഇനി വനിതകൾ നയിക്കും. വിവാദപരമായിട്ടുള്ള നിമിഷങ്ങൾക്ക് പിന്നാലെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. അമ്മ പ്രസിഡന്റായി ശ്വേതാ മേനോനെ തിരഞ്ഞെടുത്തു. കുക്കു പരമേശ്വരൻ സെക്രട്ടറിയായി തുടരും. താരസംഘടന അമ്മയുടെ തലപ്പത്ത് ഇനി വനിതകളാണ് നയിക്കുക. അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ദേവനെ പിന്തള്ളിയാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. കുക്കു പരമേശ്വരൻ സെക്രട്ടറിയായും താരസംഘടനയുടെ അമ്മയുടെ തലപ്പത്ത് ഇനി വനിതകളാണ് നയിക്കുക. ഒപ്പം തന്നെ മറ്റ് ഫലങ്ങളെല്ലാം വരാനുണ്ട്. അതിനു മുൻപ് വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഉണ്ണി ശിവപാൽ ട്രഷററായും ലക്ഷ്മിപ്രിയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നടി ശ്വേതാ മേനോൻ ഇതാദ്യമായിട്ടാണ് അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിത എത്തുന്നത്. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും തെരഞ്ഞെടുക്കപ്പെട്ടു. കുക്കു പരമേശ്വരനും രവീന്ദ്രനുമായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചിരിക്കുന്നത്. ഇതിൽ കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു.